5ാം ക്ലാസ്സിലെ ലിസാനിലെ മുളാരി വർത്തമാന ഭാവികാല ക്രിയകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഭാവിയും വർത്തമാനവും ഉൾപ്പെടുന്ന ക്രിയാരൂപമാണ് മുളാരി. ഭൂതകാല ക്രിയയിൽ നിന്നും വർത്തമാന ഭാവികാല ക്രിയകൾ ഉണ്ടാക്കുവാൻ ക്രിയകളുടെ തുടക്കത്തിൽ യാ, താ, അലിഫ്, നൂന് ഇതിലേതെങ്കിലും ഒരക്ഷരം ചേർക്കണം. കത്തബ എന്ന മാളി ഭൂതകാല ക്രിയ. കത്തബ അവൻ എഴുതി. അതിനോട് യാ ചേർക്കുമ്പോൾ യക്തുബു അവൻ എഴുതുന്നു. യക്തുബു എന്നത് മുഫ്രദാണ്, ഏകവചനമാണ്, ഒരാളെ സൂചിപ്പിക്കുന്നതാണ്. യക്തുബു അവൻ എഴുതുന്നു. മുസക്കറാണ്, പുരുഷനാണ്. യക്തുബു എന്നത് അതിനുദാഹരണമായി യക്തുബു ത്വാലിബു വിദ്യാർത്ഥി എഴുതുന്നു. യദ്ഹബു അബി ഇലസ്സൂക്ക് എൻ്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകും. എൻ്റെ പിതാവ് മാർക്കറ്റിലേക്ക് പോകും അല്ലെങ്കിൽ പോകുന്നു. യക്തുബു എന്നത് ഏകവചനമാണ്, മുസക്കറാണ്, മുളാരിയാണ്. അതായത് ഏകവചനമാണ്. അവൻ എഴുതുന്നു അല്ലെങ്കിൽ അവൻ എഴുതും, അതിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് മുസന്ന ദ്വിവചനം. 2 പേർ. യക്തുബാനി 2 ആളുകൾ എഴുതി, 2 പുരുഷന്മാർ എഴുതി. യക്തുബാനി 2 പുരുഷന്മാർ എഴുതി. അതിനുദാഹരണം ഹാമിദുൻ വഖാലിദുൻ യക്തുബാനി ഹാമിദും ഖാലിദും എഴുതുന്നു അല്ലെങ്കിൽ അവർ എഴുതും. ഹാമിദും ഖാലിദും എഴുതും. യക്തുബാനി എന്നത് 2 പേർ എഴുതുന്നു അല്ലെങ്കിൽ 2 പേർ എഴുതും എന്നതിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ജംഅ് നോക്കാം. യക്തുബൂന 2ൽ കൂടുതൽ പേർ, 2ൽ കൂടുതൽ പുരുഷന്മാർ എഴുതുന്നു അല്ലെങ്കിൽ അവർ എഴുതും എന്ന് സൂചിപ്പിക്കുന്നു. അത്വാലിബൂന യക്തുബൂന ഉദാഹരണത്തിന് അത്വാലിബൂന യക്തുബൂന വിദ്യാർത്ഥികൾ എഴുതുന്നു. ഇത് ആയിബാണ്, സാന്നിധ്യത്തിലില്ലാത്ത, അതിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മുഅന്നസ് നോക്കാം. തക്തുബു മുഅന്നസ് സ്ത്രീലിംഗം. തക്തുബു അവൾ എഴുതുന്നു അല്ലെങ്കിൽ അവൾ എഴുതും. അതിനുദാഹരണം തക്തുബു ത്വാലിബത്തു അദ്ദർസ വിദ്യാർത്ഥിനി പാഠം എഴുതുന്നു. ഇനി 2 വിദ്യാർത്ഥിനികളാകുമ്പോൾ തക്തുബാനി 2 വിദ്യാർത്ഥിനികൾ എഴുതുന്നു അല്ലെങ്കിൽ ലബീബയും ജുമാനയും എഴുതുന്നു. എങ്ങനെയാണ് പറയാ? ലബീബത്തു വ ജുമാനത്തു തക്തുബാനി 2 പേരും എഴുതുന്നു അല്ലെങ്കിൽ ലബീബയും ജുമാനയും എഴുതും. ഇനി അതിൻ്റെ യക്തുബ്ന 2ൽ കൂടുതൽ പെൺകുട്ടികളാണെങ്കിൽ, 2ൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ അവർ എഴുതുന്നു അല്ലെങ്കിൽ അവർ എഴുതും എന്നതിനെ സൂചിപ്പിക്കാൻ യക്തുബ്ന. ഉദാഹരണത്തിന് അൽ ബനാത്തു യക്തുബ്ന പെൺകുട്ടികൾ എഴുതുന്നു അല്ലെങ്കിൽ പെൺകുട്ടികൾ എഴുതും. ഈ കോളത്തിലുള്ളത് തക്തുബു, തക്തുബാനി, യക്തുബ്ന മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്, ആയിബാണ്, സാന്നിധ്യത്തിൽ ഇല്ലാത്തതിനെ സൂചിപ്പിക്കാൻ. യക്തുബു, യക്തുബാനി, യക്തുബൂന പുല്ലിംഗമാണെങ്കിൽ, മുസക്കറാണെങ്കിൽ തക്തുബു, തക്തുബാനി, യക്തുബ്ന
സ്ത്രീലിംഗം അഥവാ മുഅന്നസിന് ഉപയോഗിക്കുന്നു. അടുത്തത് മുദക്കറാണ്. തക്തുബു, മുളാരിൻ്റെ 7ാമത്തെ രൂപം. തക്തുബു, അതിൻ്റെ മേദത്ത് മുഅന്നസിലും തക്തുബു എന്നുണ്ടായിരുന്നു. ഈ തക്തുബു എന്നത് മുഅന്നസിലുള്ളത് അവൾ എഴുതുന്നു അല്ലെങ്കിൽ അവൾ എഴുതും. എന്നാൽ മുദക്കറാണ്, തക്തുബു എന്നാണ്. ഈ തക്തുബു എന്നതിൻ്റെ അർത്ഥം നീ എഴുതുന്നു, ഒരു പുരുഷനോട് നീ എഴുതുന്നു. അതിനുദാഹരണമായിട്ട് മാതാ തക്തുബു, മാതാ എന്ത്, മാതാ തക്തുബു എന്താണ് നീ എഴുതുന്നത്. മത്താ എപ്പോൾ, മത്താ തക്തുബു എപ്പോഴാണ് നീ എഴുതുന്നത്. ഹൽ, ഹൽ എന്നതിൻ്റെ അർത്ഥം ഉണ്ടോ. ഹൽ തക്തുബു നീ എഴുതുന്നുണ്ടോ, ഒരു പുരുഷനോട് ചോദിക്കാൻ തക്തുബു. അടുത്തത് തക്തുബാനി, 2 പുരുഷന്മാരോടാണെങ്കിൽ തക്തുബാനി എന്നത് നിങ്ങൾ 2 പേരും എഴുതുന്നു അല്ലെങ്കിൽ നിങ്ങൾ എഴുതും, നിങ്ങൾ 2 പേരും എഴുതും. ഉദാഹരണത്തിന് മാതാ തക്തുബാനി, എന്താണ് നിങ്ങൾ 2 പേരും എഴുതുന്നത്. മത്താ തക്തുബാനി, എന്താണ് എപ്പോഴാണ് നിങ്ങൾ 2 പേരും എഴുതുന്നത്. ഹൽ തക്തുബാനി, നിങ്ങൾ 2 പേരും എഴുതുന്നുണ്ടോ. 2 പേരോട് എഴുതുന്നുണ്ടോ എന്ന് ചോദിക്കാൻ എഴുതുന്നു, നിങ്ങൾ 2 പേരും എഴുതുന്നു എന്നർത്ഥം വരുന്ന തക്തുബാനി. അടുത്തത് തക്തുബൂന. തക്തുബൂന എന്നത് പുരുഷന്മാരാണെങ്കിൽ 2ൽ കൂടുതൽ പുരുഷന്മാർ എഴുതുന്നു അല്ലെങ്കിൽ 2ൽ കൂടുതൽ പേർ എഴുതും എന്നതിനെ സൂചിപ്പിക്കുന്നു. തക്തുബൂന എന്നത് എപ്പോഴാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് യാ ഔലാദു, ഏ ആൺകുട്ടികളെ, ഹൽ തക്തുബൂന നിങ്ങൾ എഴുതുന്നുണ്ടോ. യാ ഔലാദു ഹൽ തക്തുബൂന, ഏ ആൺകുട്ടികളെ നിങ്ങളെല്ലാവരും എഴുതുന്നുണ്ടോ. അതുപോലെ തന്നെ മാതാ തക്തുബൂന, എന്താണ് നിങ്ങളെല്ലാവരും എഴുതുന്നത്. അല്ലെങ്കിൽ മത്താ തക്തുബൂന, എപ്പോഴാണ് നിങ്ങളെല്ലാവരും എഴുതുന്നത്. തക്തുബൂന എന്നത് 2ൽ കൂടുതൽ പുരുഷന്മാരോട് നിങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ നിങ്ങൾ എഴുതും എന്നതിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. ഈ കോളത്തിലുള്ളത് സ്ത്രീലിംഗമാണ്. തക്തുബീന, ഒരു സ്ത്രീയോട് നീ എഴുതുന്നു അല്ലെങ്കിൽ നീ എഴുതും. തക്തുബീന, നീ എഴുതുന്നു അല്ലെങ്കിൽ നീ എഴുതും. അതിനുവേണ്ടി തക്തുബീന ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു സ്ത്രീയോടാണെങ്കിൽ, ഉദാഹരണത്തിന് മത്താ തക്തുബീന, നീ എപ്പോൾ എഴുതുന്നു. ഒരു പെൺകുട്ടിയോടാണെങ്കിൽ യാ ജമീല മത്താ തക്തുബീന, നീ എപ്പോഴാണ് എഴുതുന്നത്. അല്ലെങ്കിൽ യാ ജമീല ഹൽ തക്തുബീന, നീ എഴുതുന്നുണ്ടോ. അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് തക്തുബാനി. തക്തുബാനി എന്നത് നിങ്ങൾ 2 സ്ത്രീകൾ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും. തക്തുബാനി എന്നാൽ നിങ്ങൾ 2 സ്ത്രീകൾ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും. ഉദാഹരണത്തിന് 2 സ്ത്രീകളോട് മാതാ തക്തുബാനി, എന്താണ് നിങ്ങൾ 2 പേരും എഴുതുന്നത്. അതിന് ഉപയോഗിക്കുന്നു, തക്തുബാനി ഉപയോഗിക്കുന്നു. അടുത്തത് തക്തുബ്ന. തക്തുബ്ന എന്നത് 2ൽ കൂടുതൽ സ്ത്രീകൾ എഴുതുന്നു അല്ലെങ്കിൽ അവർ എഴുതും. 2ൽ കൂടുതൽ സ്ത്രീകൾ എഴുതും എന്നതിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് മാതാ തക്തുബ്ന, നിങ്ങൾ എന്താണ് നിങ്ങളെല്ലാവരും എഴുതുന്നത്.
സ്ത്രീകളോടാണ്, കൂടുതൽ സ്ത്രീകളോടാണ്. മാതാ തക്തുബിന അല്ലെങ്കിൽ യാ ബനാത്തി ഹൽ തക്തുബിന, പെൺകുട്ടികളെ നിങ്ങൾ എല്ലാവരും എഴുതുന്നുണ്ടോ? യാ ബനാത്തി ഹൽ തക്തുബിന, പെൺകുട്ടികളെ നിങ്ങൾ എല്ലാവരും എഴുതുന്നുണ്ടോ? അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഇത് മുഖാത്വബാണ്. ഈ 2 കോളത്തിലുള്ളത് മുഖാത്വബാണ്, സാന്നിധ്യത്തിലുള്ളതിനെ സൂചിപ്പിക്കുന്നു. മുകളിലെ 2 കോളത്തിലുള്ളത് ആയിബാണ്, സാന്നിധ്യത്തിലില്ലാത്തതിനെ സൂചിപ്പിക്കുന്നു. അതായത് അവൻ എഴുതുന്നു, അവൾ എഴുതുന്നു എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്നു. ഈ 2 കോളം മുഖാത്വബാണ്. തക്തുബു, നീ എഴുതുന്നു, പുരുഷനോടാണ്. തക്തുബീന എന്നത് സ്ത്രീയോട്, നീ എഴുതുന്നു എന്നതിന് സൂചിപ്പിക്കുന്നു. അടുത്തത് അക്തുബു നക്തുബു. അക്തുബു എന്നാൽ ഞാൻ എഴുതുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതും. മുത്തക്കല്ലിമാണ്, പറയുന്ന ആളെ തന്നെ സൂചിപ്പിക്കാൻ, ഞാൻ എന്നതിനെ സൂചിപ്പിക്കാൻ, ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്നതിനെ സൂചിപ്പിക്കാനാണ്. അക്തുബു ഞാൻ എഴുതുന്നു, നക്തുബു ഞങ്ങൾ എഴുതുന്നു. അക്തുബു എന്നതിന് ഉദാഹരണമായിട്ട് അക്തുബു ദുറൂസി, എൻ്റെ പാഠം ഞാൻ എഴുതുന്നു. അക്തുബു ദുറൂസി, എൻ്റെ പാഠം ഞാൻ എഴുതുന്നു. അടുത്തത് നക്തുബു. നക്തുബു എന്നത് ഞങ്ങൾ എഴുതുന്നു, ഞങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ ഞങ്ങൾ എഴുതും. നക്തുബു എന്നതിന് ഉദാഹരണം ഹൽ തക്തുബൂന, നിങ്ങൾ എഴുതുന്നുണ്ടോ? പുരുഷന്മാരോട് ചോദിക്കുകയാണ്, ഹൽ തക്തുബൂന, നിങ്ങൾ എഴുതുന്നുണ്ടോ? നക്തുബു, ഞങ്ങൾ എഴുതും. അല്ലെങ്കിൽ പെൺകുട്ടികളോട് ചോദിക്കുകയാണ്, ഹൽ തക്തുബിന, നിങ്ങൾ എഴുതുന്നുണ്ടോ? അപ്പോൾ അവർ ഉത്തരം പറയും നക്തുബു, ഞങ്ങൾ എഴുതും. നക്തുബു എന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ എഴുതും. മുത്തക്കല്ലിമാണ്, പറയുന്ന ആളെ തന്നെ സൂചിപ്പിക്കുന്നത്. മുളാരിനെ സർഫാക്കുന്ന 14 രൂപങ്ങളാണിത്. യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബു, തക്തുബാനി, യക്തുബിന. ഇവിടെ യാ എന്നാണ്, ഇത് ശ്രദ്ധിക്കണം. തക്തുബു, തക്തുബാനി, തക്തുബൂന, തക്തുബീന, തക്തുബാനി, തക്തുബിന, അക്തുബു, നക്തുബു. ഇതുപോലെ ഒരു കോളാക്കി എഴുതി വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു വാക്കിൻ്റെ പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ എഴുതാൻ കിട്ടും. യക്തുബു എന്നതിൻ്റെ അർത്ഥം അവൻ എഴുതുന്നു അല്ലെങ്കിൽ അവൻ എഴുതും. ഇതിൻ്റെ മാളിയായ രൂപം കത്തബ എന്നതായിരുന്നു. കത്തബ, അവൻ എഴുതി. ഇത് മുളാരിയാണ്. ഇതിൻ്റെ 14 രൂപങ്ങളാണിത്. ഇനി നമുക്ക് യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവൻ പ്രവർത്തിക്കും. അതിൻ്റെ 14 രൂപങ്ങളൊന്ന് നോക്കാം. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, യഫ്അൽന, തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന, തഫ്അലാനി, തഫ്അൽന, അഫ്അലു, നഫ്അലു. ഇത് മാളിയായ രൂപത്തോടുകൂടി യാ, താ, അലിഫ്, നൂന് ഇത് ചേർക്കുമ്പോഴാണ് മുളാരിയായ രൂപം കിട്ടുന്നത്. അതിൻ്റെ കൂടെ ചെറിയ വ്യത്യാസങ്ങളും വരും. അത് ഒരു വാക്കിൻ്റെ നന്നായി പഠിച്ചു വെക്കുക, ബൈ ഹാർട്ടാക്കി പഠിച്ചു വെക്കുക. ഒരു തെറ്റില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എഴുതാൻ കിട്ടും. ഈ വീഡിയോ മുളാരിൻ്റെ സർഫാക്കുന്ന 14 രൂപങ്ങളെ കുറിച്ചുള്ളതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.